ഡോക്ടറെ ബലാത്സംഗം ചെയ്തുവന്ന കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ വിട്ടയക്കും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, ഇന്നലെയും ഇന്നായി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ റാപ്പർ വേടൻ ഹാജരായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിൽ. റാപ്പർ വേടൻ അറസ്റ്റിൽ എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഏതായാലും മുൻകൂർ ജാമ്യമുള്ളതിനാൽ റാപ്പർ വേടനെ വിട്ടയക്കും. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? യുവഡോക്ടറെ ബലാത്സംഗം ചെയ്തുവന്ന കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിലാണ്. തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ ഈ അറസ്റ്റിലുള്ള റാപ്പർ വേടനെ വിട്ടയക്കും. ഇന്നലെയും ഇന്നുമായാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ റാപ്പർ വേടൻ ഹാജരായത്. മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഒരു പ്രതികരണം നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് കോടതിയുടെ പരിധിയിലുള്ള ഒരു കാര്യമാണ്, എന്തായാലും കൃത്യമായ രീതിയിൽ സഹകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവരങ്ങളുമായി വിനയ രാജുണ്ട്. വിനയ, എന്തായാലും ഇന്നലെയും ഇന്നുമായിട്ടാണ് തൃക്കാക്കരയിൽ റാപ്പർ വേടന്റെ ചോദ്യം അല്ലെങ്കിൽ ഹാജരായിരുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലാണ്. റാപ്പർ വേടൻ അറസ്റ്റിലായി. ഏതായാലും ജാമ്യമുള്ളതിനാൽ, മുൻകൂർ ജാമ്യമുള്ളതിനാൽ റാപ്പർ വേടനെ വിട്ടയക്കും എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, ബലാത്സംഗ കേസിലാണ് റാപ്പർ വേടന്റെ അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി തന്നെ റാപ്പർ വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു വേടൻ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഹൈക്കോടതിയാണ് ഈ ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് വേടനോട് നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് വേടൻ ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഹാജരായിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഏകദേശം 5.5 മണിക്കൂറോളമായിരുന്നു റാപ്പർ വേടനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ റാപ്പർ വേടൻ ചോദ്യം ചെയ്യലിനായി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വേടന്റെ അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഹൈക്കോടതി നേരത്തെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് വേടനെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും റാപ്പർ വേടനെ ഇന്ന് തന്നെ വിട്ടയക്കും. ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധനയ്ക്കായി വേടനെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം വേടനെ വിട്ടയക്കുമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ 2 ദിവസങ്ങളിലായി നീണ്ടുനിന്ന ചോദ്യം ചെയ്യലടക്കം തന്നെ വേടൻ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് വേടന്റെ അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 പേരുടെയും ഉഭയസമ്മതപ്രകാരമാണ് ഈ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളും കോടതി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ പരാതി യുവ ഡോക്ടർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഇരുവർക്കും ഇടയിലുള്ള ബന്ധത്തിൽ ചെറിയ തകരാറുകൾ വരുന്നു. അതിനുശേഷമാണ് ഈ യുവ ഡോക്ടർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല തവണയായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പണം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നടക്കം വേടൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടക്കം മുതൽ വേടൻ ഉന്നയിച്ച കാര്യവും ഇത് തന്നെയായിരുന്നു. ആദ്യം തന്നോട് പണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷമാണ് ഈ പരാതിയുമായി ഈ യുവ ഡോക്ടർ രംഗത്ത് വന്നതെന്നായിരുന്നു വേടൻ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ചോദ്യം ചെയ്യലടക്കം തന്നെ ഉടനീളം വേടൻ പോലീസിനോട് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നതും. പ്രധാനമായും ഈ യുവ ഡോക്ടർ നൽകിയ പരാതി എന്ന് പറയുന്നത് 2021 മുതൽ 2023 വരെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ എത്തി പീഡിപ്പിച്ചു. ഏകദേശം 5 തവണയോളം വേടൻ പീഡിപ്പിച്ചു എന്നായിരുന്നു യുവ ഡോക്ടർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോടും കൊച്ചിയിലും പിന്നീട് സുഹൃത്തുക്കളുടെ വീട്ടിലുമായി തന്നെ പീഡിപ്പിച്ചു. അതിനുശേഷം പിന്നീട് തന്നെ വേണ്ട എന്ന് വെച്ചു. വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും യുവ ഡോക്ടർ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളും വേടൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 31,000 രൂപ തന്റെ കയ്യിൽ നിന്നും വേടൻ വാങ്ങി എന്ന കാര്യവും യുവ ഡോക്ടർ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മറുപടി എന്നോണമാണ് വേടൻ പിന്നീട് കാര്യങ്ങളടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും വേടൻ ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യം ഈ പരാതിയുമായി വരുന്നതിന് മുൻപ് തന്നെ പണം വേണമെന്നൊരു ആവശ്യമായി ഈ യുവ ഡോക്ടർ തന്നെ സമീപിച്ചു. അതിന് പിന്നീട് തയ്യാറല്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ പരാതിയുമായി യുവ ഡോക്ടർ വന്നത് എന്നടക്കമുള്ള കാര്യമായിരുന്നു വേടൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും വേടന്റെ അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എന്തായാലും റാപ്പർ വേടനെ പറഞ്ഞു വിടുമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം.
ശരി വിനയ, എന്തായാലും ഇപ്പോൾ റാപ്പർ വേടൻ അറസ്റ്റിലായിരിക്കുകയാണ്. യുവ ഡോക്ടറുടെ ബലാത്സംഗം ചെയ്തു വന്ന കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. എന്തായാലും റാപ്പർ വേടൻ മുൻകൂർ ജാമ്യം തേടിയിട്ടുള്ളതിനാൽ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ റാപ്പർ വേടനെ വിട്ടയക്കും എന്നൊരു കാര്യം തന്നെയാണ്. ആദ്യം മുതൽ തന്നെ എന്തായാലും യുവ ഡോക്ടറുടെ ചില തെളിവുകൾ സഹിതം ശക്തമായിരുന്നു. ഇവർക്ക് ഒരു ബന്ധം എന്നതിൽ ഉപരി ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടിയാണ് ഇപ്പോൾ കോടതിയുടെ വിലയിരുത്തലും വന്നിരുന്നത്. എന്തായാലും യുവ ഡോക്ടറുടെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയക്കും. വിവരങ്ങൾ പങ്കുവച്ചത് വിനയ രാജാണ്.